നീ എന്നെ ഇനി ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ ഞാൻ നിന്റെ അമ്മുമ്മനെയും അപ്പൂപ്പനെയും ഒക്കെ വിളിക്കും. അപ്പൊ വീണ്ടും നെവിൻ വിളിക്കുന്നു, അനുമോൾ പോയി നിന്റെ അമ്മുമ്മയെ വിളിക്കടാ. വാ, ഓ ഇത് എത്രയോ നേരത്തിന് മുന്നേ കൊടുക്കായിരുന്നു എന്റെ അനുമോളെ. ശരിക്കും പറഞ്ഞാൽ നെവിന്റെ ഓരോ വൃത്തികെട്ട പെരുമാറ്റവും ആ ഒരുമാതിരി ചേഷ്ടകൾ തന്നെ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും. കാരണം വെച്ചാൽ അനുമോളോട് മാത്രമാണ് ഈ കാണിക്കുന്നതൊക്കെ. ബാക്കി എല്ലാവരെയും സുഖിപ്പിച്ചും സോപ്പിട്ടും ഒക്കെ നിർത്താൻ നെവിന് സാധിക്കാറുണ്ട്. അനുമോള് ഈ പറയുന്ന സോപ്പ് ഡീലുകളിലോ ഒലിപ്പീരികളിലോ വീഴത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ എടുത്തു പറയാൻ കാരണങ്ങളായിട്ടുള്ള കുറെ കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചിട്ടുണ്ട്. അനുമോളെ സോപ്പിടാനൊക്കെ പോകുമ്പോ അനുമോള് നീ പോടാ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ നടക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അനുമോളെടുത്ത് ഇമാതിരിയുള്ള ഓരോ വെളച്ചിലും കൊണ്ട് നെവിൻ ചെല്ലുന്നത്. കാണുമ്പോൾ തമാശയായിട്ട് തോന്നും, പക്ഷെ അത് അനുഭവിക്കുമ്പോൾ നല്ല ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ അനുമോള് ഈ നെവിൻ എത്ര ഉപദ്രവിക്കാൻ വന്നാലും അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ശരി, അനുമോള് നെവിനെ കാണുന്നത് പലപ്പോഴും അനുമോള് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുമുണ്ട്. അതായത് നെവിൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഫണ്ണാണ്, പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവൻ്റെ ഒരു കോമഡി ഒന്നും ഇല്ലാതെ ഭയങ്കര ബോറാണ് എന്ന് പറഞ്ഞ് കേട്ടത് കൊണ്ട് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് നെവിൻ ഒരുമാതിരി ചൊറിയാൻ ചെല്ലുമ്പോൾ ആ ചൊറിയുന്നതിനെയൊക്കെ അനുമോള് തമാശ രൂപേണ എൻജോയ് ചെയ്ത് കളയുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറയുന്നത് നല്ലൊരു വാക്കാണ്. കുലസ്ത്രീ നല്ലൊരു വാക്കാണ്, അല്ലെങ്കിൽ അതൊരു ബഹുമാനിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു പൊളിറ്റിക്കൽ സെനാരിയോയിൽ കുലസ്ത്രീ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മോശം വാക്കാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ എക്സ്ട്രീം റൈറ്റ് ഐഡിയോളജി ഉള്ളവരെ മാത്രമാണ് ഇപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെയാണ് കുലസ്ത്രീ എന്നും പുരുഷന്മാരെ കുലപുരുഷന്മാരും എന്ന് പറയുന്നത്. അതിപ്പോ കൊച്ചുകുട്ടികളായിക്കോട്ടെ അത് വലുതായിക്കോട്ടെ എല്ലാവരെയും കുലസ്ത്രീ എന്ന് പറയുന്നത് ആ ഒരു എക്സ്ട്രീം റൈറ്റ് ഐഡിയോളജി എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ മോഡേൺ ആയിട്ട് കുലസ്ത്രീ എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇടുങ്ങിയ ചിന്താഗതിക്കാരിയാണ്, അല്ലെങ്കിൽ അടക്കം സ്ത്രീയായ അടക്കം ഒതുക്കം ഒക്കെ വേണം എന്ന് പറയുന്ന ലെവൽ ആൾക്കാരാണ് എന്നൊരു ധാരണ ഇന്നത്തെ ജനറേഷന് വന്നിട്ടുണ്ട്. പക്ഷെ കുലസ്ത്രീ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വൃത്തികെട്ട വാക്കല്ല, അതൊരു ചീത്ത വാക്കല്ല. കുലസ്ത്രീ എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് കുടുംബത്തിനും ഭർത്താവിനും ഒക്കെ വേണ്ടിയിട്ട് ജീവിക്കുന്ന വളരെ നല്ലൊരു സ്ത്രീയെയാണ് പറയുന്നത്. പക്ഷേ ഈ നന്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീയുടെ ഈ കടമ എന്ന് പറയുന്നത് ഇന്ന് ആൾക്കാരെ തിരിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് കുലസ്ത്രീ എന്ന് പറയുന്നതിനെ ഒരു മോശം ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ തമാശയായിട്ടും ഫണ്ണായിട്ടും പറയുന്നത്. പക്ഷേ നെവിൻ ഇവിടെ ആദ്യം തന്നെ പറയാം, നെവിൻ അനുമോളെ കുലസ്ത്രീ എന്ന് വിളിക്കുന്നത് മോശമായിട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലാതെ സ്നേഹം കൊണ്ട് ഓ അനുമോൾ നിങ്ങളൊരു കുലസ്ത്രീയാണ്, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയാണ് എന്നല്ലല്ലോ വിളിച്ചത്. അനുമോൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അക്ബർ ആ ഒരു പ്രൊമോയില് അക്ബർ കിടന്നങ്ങ് തുള്ളുന്നുണ്ട്. അമ്മുമ്മയെ അനുമോള് വിളിച്ചപ്പോ കുലസ്ത്രീ എന്ന് പറയുന്നൊരു മോശം വാക്കല്ല, അത് അക്ബറിന് നല്ലത് കിട്ടാത്തത് കൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ അക്ബറിന് നന്നായിട്ട് അറിയാം കുലസ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം ഇപ്പോൾ പറയുന്നത് ഒരു നെഗറ്റീവായിട്ടാണെന്നുള്ളത് അക്ബറിന് നന്നായിട്ട് അറിയാം. എന്നിട്ട് പിന്നെ വീണ്ടും അനുമോൾ ആ പറഞ്ഞത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ അനുമോൾ അത് തിരിച്ചിങ്ങനെ നെവിനോട് പറയണ്ടായിരുന്നു എന്ന് അക്ബർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്ബറിന് കിട്ടേണ്ടതാണ്. ഏതായാലും ശരി, ഈ പറയുന്ന കുലസ്ത്രീ, എസ്പെഷ്യലി കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ മാരീഡ് ആയിട്ടുള്ള സ്ത്രീകളെ കൂടിയാണ് പറയുന്നത്. സ്ത്രീകളും കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ്. അപ്പൊ അത് എന്തായാലും അത് നമ്മൾ അത്രയും ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട. നെവിൻ വിളിക്കുന്നത് മോശം അർത്ഥത്തിലാണല്ലോ. അപ്പൊ തിരിച്ച് നല്ല രീതിയിൽ തന്നെ അനുമോൾ കൊടുക്കുന്നുണ്ട്. നെവിൻ അതങ്ങ് വയറ് നിറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി വയറ് നിറയാൻ ഇനി കുറച്ചെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അത് അടുത്ത് ഇനി ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ അനുമോളുടെ ഒപ്പം മാത്രമേ നിൽക്കത്തുള്ളൂ. പിന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് കുലസ്ത്രീ നല്ലതാണ്, പക്ഷെ ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോഴോ അതെന്ന് പറയുന്നത് റിയൽ ആയിട്ടല്ല ഫേക്ക് ആയിട്ടാണ് എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഏതായാലും ശരി, നല്ലൊരു യമണ്ടൻ പ്രൊമോ വന്നിട്ടുണ്ട്. ഈ പ്രൊമോയിലുള്ള ഒരു കാര്യം, സത്യം പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ഈ നെവിൻ മനഃപൂർവ്വമായിട്ട്, അതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇപ്പോഴത്തെ അല്ല മുമ്പത്തെ നോമിനേഷനിൽ അനുമോള് മനഃപൂർവ്വം തന്ത്രപരമായിട്ട് നെവിനെ നോമിനേഷനിൽ എടുത്തിട്ടതിന്റെ ഒരു ദേഷ്യമാണ് അന്ന് തൊട്ട് കാണിക്കുന്നത്. പക്ഷേ ഇതിനു മുൻപ് അനുമോള് കാരണമാണ് നെവിൻ ഈ വീട് വിട്ട് കൂവി വിളിച്ച് ഇറങ്ങിപ്പോയത്, പിന്നെ തിരിച്ച് നാണം കെട്ട് തിരിച്ച് കയറി വന്നതും. അത് ജിസേലിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് മുമ്പ് തൊട്ട് പല തവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ നെവിൻ എന്തുകൊണ്ടാണ് അനുമോളെ ഇങ്ങനെ ചൊറിയാൻ വേണ്ടി നടക്കുന്നത്? നെവിൻ അനുമോളെ ചൊറിയുന്നതിനനുസരിച്ച് അനുമോൾക്ക് തന്നെയാണ് അവിടെ ഒരു കോണ്ടന്റ് കിട്ടുന്നതും അനുമോള് നന്നാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ശരി, ആ ഒരു പ്രൊമോ എന്താണെന്നുള്ളത് നമുക്ക് ലൈവിൽ വരുമ്പോൾ നമുക്ക് അറിയാം കൂടുതലായിട്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്, ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.